ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആദ്യമായി നൽകുന്നു. എൻ്റെ പേര് ജയരാജ്. ഞാൻ അമരവളയിൽ നിന്നാണ് വരുന്നത്. ഉദ്ദേശം 7 വർഷമായി പത്രത്തിൽ കൂടെയും നോട്ടീസിൽ കൂടെയും ബോർഡൊക്കെ എഴുതി വെച്ച് ആ വസ്തു വിൽക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും ആരും ഒന്ന് വിളിക്കുക പോലും ചെയ്യാതിരുന്ന സമയത്ത് ശാലേം സഭയെക്കുറിച്ച് അറിയുകയും ഞങ്ങളുടെ ബന്ധുക്കൾ ശാലേം സഭയെക്കുറിച്ച് പരിചയപ്പെടുത്തി തന്നു. ബ്രദറിനെ വന്ന് പ്രയർ ടവറിൽ കാണുകയും കുറച്ച് പ്രോഡക്റ്റും ഒക്കെ തന്നു. എനിക്ക് ഈ പത്രത്തിൽ പരസ്യം ചെയ്യുകയും മറ്റ് ബോർഡൊക്കെ വച്ചതുകൊണ്ടും ആയിട്ട് അങ്ങനെ വിശ്വാസമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ബന്ധുക്കളുടെ നിർബന്ധത്താൽ ആദ്യം ആ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങി. അതിനുശേഷം ആൾക്കാർ ഞങ്ങളുടെ വസ്തുവിന് വേണ്ടി വിളിക്കുവാനെങ്കിലും തുടങ്ങി. ബ്രദറിൻ്റെ പ്രാർത്ഥനയ്ക്കും ബ്രദറിൻ്റെ കരുതലിനും ബ്രദർ ഞങ്ങളോട് കാണിച്ച സകല കൂട്ടായ്മയ്ക്കും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശാലേം സഭ ഞങ്ങൾ ഇനിയും ഇതേ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സഭയുടെ പ്രാർത്ഥന സ്നേഹപൂർവ്വം അപേക്ഷിച്ചുകൊള്ളുന്നു. ആമേൻ. കരമെടുത്ത് നല്ല ദൈവത്തിന് എഗ്രിമെൻ്റായി ഈ വസ്തുവിന് കഴിഞ്ഞ വ്യാഴാഴ്ച അഡ്വാൻസ് തന്നു. എഗ്രിമെൻ്റായി 3 മാസത്തിനകം വസ്തു വിൽക്കുവാൻ സാധ്യതയുണ്ട്. ആമേൻ. ദൈവത്തിന് മഹത്വം. 7 വർഷം കൊണ്ട് ഒരു കോള് പോലും വരാതെ രീതിയിൽ മാക്സിമം മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തു. ഒരുപാട് പൈസ ഇറക്കി തന്നെ മാർക്കറ്റിംഗ് ചെയ്തു. പത്രത്തിൽ പരസ്യം കൊടുത്തു, നോട്ടീസ് കൊടുത്തു, പിന്നെ ബോർഡ് ഇട്ട് നോക്കി. 7 വർഷവും കോളുകളൊന്നും വരാതെ വളരെ നിരാശയിലിരുന്ന സാഹചര്യത്തിലാണ് താൻ ദൈവസഭയെ പറ്റി അറിയുകയും യേശുവിൻ്റെ സന്നിധിയിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. താൻ പറഞ്ഞൊരു പോയിൻ്റുണ്ട്. നമുക്ക് നമ്മുടെ കോർ വാല്യൂസിൽ ഒന്നാണ് പരിശുദ്ധാത്മാവ് ചില വസ്തുക്കളിലൂടെയും വ്യക്തികളിലൂടെയും പ്രവർത്തിക്കുന്നു എന്നൊരു കോർ വാല്യൂ ഉണ്ട്. അതായത് മെറ്റീരിയൽസ് യൂസ് ചെയ്തും ചില വ്യക്തികളെയും ഇൻസ്ട്രുമെൻസ് ആയിട്ട് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു മൂല്യമാണ് നമ്മുടെ സഭയുടെ. അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും അത് ദഹിക്കുന്ന ഒരു സംഭവമല്ല. കാരണം താൻ നോക്കിയപ്പോൾ പത്രത്തിലൊക്കെ പരസ്യം കൊടുത്ത സംഭവം. അപ്പോഴാണ് ഒരു വെള്ളവും എണ്ണയും 2 ഉപ്പും കൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്ന് താൻ കരുതി. ഇതുപോലെ നയമാനും പ്രവാചകൻ്റെ അടുക്കൽ കടന്നു പോയപ്പോൾ നയമാൻ വിചാരിച്ചു ഒരു വീശൊക്കെ വീശും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രവചനമൊക്കെ വിളിച്ച് പറഞ്ഞ് ഭയങ്കരമായിട്ടൊരു സംഭവമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ നയമാൻ പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അത് അവിടെ കലങ്ങി ഒഴുകുന്ന ഒരു നദിയുണ്ട്, യോർദാൻ എന്നാണ് ആ നദിയുടെ പേര്. നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് നല്ല നദികളുണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ നദിയേ ഉള്ളൂ. ആ നദിയിൽ പോയിട്ട് നിങ്ങൾ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ പറഞ്ഞു. നയമാൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള ശുശ്രൂഷയൊന്നും അല്ലായിരുന്നു. പക്ഷേ നയമാൻ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ച് വന്നപ്പോൾ തനിക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന തൻ്റെ കുഷ്ഠരോഗം മാറിയതുപോലെ തന്നെ ഇവിടെ വിശ്വാസത്തോടുകൂടെ ആമേൻ ഒരു ചെറിയൊരു കുപ്പിയിൽ പ്രാർത്ഥിച്ച വെള്ളം, അല്ലെങ്കിൽ ചെറിയ കുപ്പിയിലൊരു എണ്ണ, അവനൊരു ചെറിയൊരു ഡപ്പിയിലെ ആമേൻ ഉപ്പ് വിശ്വാസത്തോടുകൂടെ ഉപയോഗിച്ചപ്പോൾ ആമേൻ പരിശുദ്ധാത്മാവ് വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ചില വസ്തുക്കളിലൂടെ പ്രവർത്തിക്കുന്ന അത്ഭുതം താൻ അനുഭവിക്കുവാനിടയായിത്തീർന്നു. ഒന്ന് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാവോ? ഈ ഒരു സാക്ഷ്യം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയാനായി ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ നാം നോക്കുമ്പോൾ നൈൽ നദി മുഴുവനായി ശാപം ബാധിച്ച് രക്തം പോലെ, അതിനകത്ത് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിൽ എല്ലാവരും ചത്തുകൊണ്ടിരിക്കുക. അതിനകത്തുള്ള ജീവജന്തുക്കൾ ചത്തു വീഴുകയാണ്. അതിന് ചുറ്റും താമസിക്കുന്നവർക്കെല്ലാം വിഷം നിറഞ്ഞ അവസ്ഥയിൽ നൈൽ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അന്നും ദൈവദാസനോട് ദൈവത്തിൻ്റെ ആലോചന ഇപ്രകാരമായിരുന്നു: ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ കുറച്ച് ഉപ്പെടുത്ത് പ്രാർത്ഥിച്ചിട്ട് കൊണ്ടിടാൻ പറഞ്ഞു. കൊണ്ടിട്ടപ്പോൾ അവിടെയുള്ള ശാപമെല്ലാം മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അവൻ ദൈവദാസന് ദൈവം നൽകിയ ചില ആലോചനയാണെങ്കിലും ഇതൊക്കെ ബൈബിളിനകത്തുള്ള സംഭവങ്ങളാണ്. ഹല്ലേലൂയ. അവൻ എൻ്റെ ദൈവം ബൈബിളിൽ എഴുതിയിരിക്കുന്ന രീതിയിൽ ആമേൻ 2024 വർഷം മുമ്പ് മാത്രമല്ല, ഈ 2024 എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ശക്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ താമസിക്കുന്ന ഈ ലോകത്തിൽ ഒരുപാട് മീഡിയ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഒരുപാട് കൾച്ചർ, ഒരുപാട് ഐഡിയോളജീസ്, ഒരുപാട് നോളജ് നമ്മുടെ ചുറ്റുമുണ്ട്. ഇതൊക്കെ പലപ്പോഴും ഓവറായിട്ട് നമ്മൾ പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ കഥയാണോ എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇല്ല, ഇന്ന് നമ്മൾ ആത്മീകരായി പരിശുദ്ധാത്മാവിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ ആ ബാലൻസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ലോകത്തിൻ്റെ വിവരങ്ങൾ നമ്മുടെ വിശ്വാസത്തെ പിന്നിലേക്ക് വലിക്കുവാൻ കാരണമാകത്തില്ല. ലോകത്തിൽ എന്തൊക്കെ വിവരങ്ങൾ വന്നാലും നമ്മുടെ വിശ്വാസം മുന്നിലോട്ട് ഓടുക തന്നെ ചെയ്യും. ആമേൻ. ഇന്ന് വളരെ സന്തോഷത്തോടെ അവർ നിൽക്കുകയാണ്. അവരുടെ വസ്തുവിന് എഗ്രിമെൻ്റായി. ആമേൻ. ദൈവം നല്ലൊരു അത്ഭുതം ചെയ്തു.